സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ പ്രമേയവുമായി ഓർത്തഡോക്സ് സഭ. സമാന്തര ഭരണ നീക്കത്തിന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും പിന്തുണ നൽകുന്നുവെന്നാണ് വിമർശനം. മലങ്കര സഭയിൽ ഒരു ഷെമ്മാശിനെ പോലും വാഴിക്കാൻ പാത്രിയാർക്കീസ് ബാവയ്ക്ക് അധികാരമില്ല. നിയമവിരുദ്ധമായ കാര്യത്തിന് കേരളത്തിലെ നിയമമന്ത്രി തന്നെ കാർമ്മികനാകുന്നു. ജി ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെയാണ് ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും പ്രമേയത്തിൽ പറയുന്നത്? വിവരങ്ങൾ. ഭവ്യ, ഈ യാക്കോബായ സഭയിലെ പുതിയ കാതോലിക്ക ബാവയെ നിയോഗിക്കാനുള്ള അഭിഷിക്തനാക്കാനുള്ള നടപടികൾ തുടങ്ങിയതിന് പിന്നാലെ തുടങ്ങിയതാണ് ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. സർക്കാരിനെതിരെ മാത്രമായിരുന്നു ഇതുവരെ വിമർശനമെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തെ കൂടി അതിൽ ചേർക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയത്തിന്റെ. ഇന്ന് സഭാ മാനേജിംഗ് കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു. ഈ യോഗത്തിലെ പ്രമേയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അതായത് മന്ത്രി പി രാജീവിനെ അടക്കം 7 അംഗ സംഘത്തെ ലെബനനിൽ, അവിടെയാണ് ഈ വാഴിക്കൽ ചടങ്ങുകൾ അവിടേക്ക് അയക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജിയും മറ്റും പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ യാക്കോബായ സഭയുടെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്, 2017 ഉണ്ടായ സുപ്രീം കോടതി വിധി വന്ന ശേഷം മലങ്കര സഭയുടെ പൂർണ്ണമായ അധികാരം ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനാണ്. ആ അങ്ങനെ ഇരിക്കെ നേരത്തെയുള്ള കാതോലിക്ക ബാവ യാക്കോബായ സഭയിലെ കാലം ചെയ്ത ശേഷം പുതിയ ഒരു കാതോലിക്കയെ നിയമിക്കുന്നത് അത് നിയമവിരുദ്ധമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ആരോപിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ നിയമവിരുദ്ധ നടപടിക്ക് പ്രതിപക്ഷവും ഒപ്പം തന്നെ സർക്കാരും ഒക്കെ കൂട്ടുനിൽക്കുന്നു. മറ്റൊരു രാഷ്ട്രീയ പ്രസ്താവന കൂടി ഓർത്തഡോക്സ് സഭ നൽകുന്നത്, ഈ രാഷ്ട്രീയ കക്ഷികളോടുള്ള സമദൂരം അവസാനിപ്പിച്ചാൽ ചിലർ വീഴും, മറ്റു ചിലർ വാഴുകയും ചെയ്യുന്നു. BJPക്കെതിരെ വിമർശനമില്ല ഇക്കാര്യത്തിൽ എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. അതായത് BJPയെ പറയാതെ പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെയും ഒപ്പം തന്നെ സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പ്രമേയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. കഴിഞ്ഞ കുറേ ദിവസമായി ഇതേ വിമർശനം പലതരത്തിൽ കാതോലിക്ക ബാവയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പല പ്രസ്താവനകളിലൂടെ പുറത്തു വന്നതാണ്. സുന്നഹദോസിന്റെ തീരുമാനമായി വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് നടന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിലും സമാനമായ വിമർശനമുണ്ടാകുന്നത്. അതിൽ പ്രതിപക്ഷത്തിനും വിമർശനം ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സവിശേഷത. ഭവ്യ, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.